ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടുവിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. സോ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇതിൽ ഇലക്ട്രിക് ചാർജസ് ആണ്. എന്താണ് ഇലക്ട്രിക് ചാർജസ്? ഈ ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളോംബാണ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിൻ്റെ കൂടുതലായിട്ടുള്ള എക്സസ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് എക്സസ് ആയിട്ടുണ്ടെങ്കിലോ ഉണ്ടാകുന്നതാണ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുന്നത്. സോ ചാർജസ് രണ്ട് ടൈപ്സ് ഉണ്ട്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ചാർജസ്. ഒന്ന് പോസിറ്റീവ് ചാർജ്, രണ്ട് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് എന്നെന്താ? പോസിറ്റീവ് ചാർജ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എക്സസ് ഓഫ് പ്രോട്ടോൺസ്. ഒന്നുകിൽ ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പ്രോട്ടോൺസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ആ സബ്സ്റ്റൻസിൻ്റെ ചാർജിനെ പറയുന്ന പേരാണ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് എന്താ? നെഗറ്റീവ് ചാർജ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടോൺസ് ഓർ എക്സസ് ഓഫ് ഇലക്ട്രോൺസ്. പ്രോട്ടോൺസിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ കൂടുതൽ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലോ അതിൻ്റെ ആ സബ്സ്റ്റൻസിൻ്റെ ചാർജിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് ചാർജ്. ഓർത്തോളൂ, പോസിറ്റീവ് ചാർജ് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജ് ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടോൺസ്. അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് എക്സസ് ഓഫ് പ്രോട്ടോൺസ്, നെഗറ്റീവ് ചാർജ് എക്സസ് ഓഫ് ഇലക്ട്രോൺസ്. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. എന്താണ് കണ്ടക്ടേഴ്സ്? Conductors are those substances which allow the passage of electricity. ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത്? കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾ എന്താണ്? മെറ്റൽസ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് എന്തായിരിക്കും? ഇൻസുലേറ്റേഴ്സ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ഡു നോട്ട് അലോ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാത്ത സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ എന്താണ്? പ്ലാസ്റ്റിക്, ഗ്ലാസ് തുടങ്ങിയവയൊക്കെയാണ് എക്സാമ്പിൾസ്. സോ നമുക്ക് നെക്സ്റ്റ് ഗ്രൗണ്ടിങ് ഓർ എർത്തിങ്. എന്താണ് ഗ്രൗണ്ടിങ്? വെൻ എ ചാർജ്ഡ് ബോഡി ഈസ് ബ്രിങ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ എർത്ത് ദെൻ ഓൾ ദ എക്സസ് ചാർജസ് വിൽ ഫ്ലോ ഇൻ ടു ദ എർത്ത്. അതായത് ഒരു ചാർജ്ഡ് ബോഡി എപ്പോഴെങ്കിലും എർത്തുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ, അതായത് നമ്മുടെ ഭൂമിയുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ ഓൾ ദ എക്സസ് അതിലുള്ള ചാർജ് മുഴുവൻ എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, ഒരു ചാർജ്ഡ് ബോഡി എർത്തുമായിട്ട് എപ്പോഴെങ്കിലും കോണ്ടാക്റ്റ് വന്നാൽ അതിലുള്ള എല്ലാ എക്സസ് ചാർജസും എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഷെയറിങ്. ദിസ് പ്രോസസ് ഓഫ് ഷെയറിങ് ദ ചാർജസ് വിത്ത് ദ എർത്ത് ഈസ് കാൾഡ് എർത്തിങ്. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ്. ഓക്കെ, ഈ എർത്തിങ് കൊണ്ടുള്ള ഉപയോഗം എന്താ? എർത്തിങ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. എപ്പോഴെങ്കിലും വലിയ അളവിലുള്ള കറണ്ട് വന്നാൽ ഇതിനെ ഡയറക്റ്റായിട്ട് എർത്തിങ് ചെയ്തിരിക്കുന്നുള്ളിൽ ഡയറക്റ്റായിട്ട് ഗ്രൗണ്ടിലേക്ക് വിടും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. സോ നെക്സ്റ്റ് വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ആണ്. ചാർജസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അഡിക്റ്റിവിറ്റി പ്രോപ്പർട്ടിയാണ്. അതായത് ടോട്ടൽ ചാർജ് ഇൻ എ ബോഡി ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ് ഇൻ എ ബോഡി. അതായത് ഒരു ബോഡിയിലെ ചാർജ് ഒരു ബോഡിയിലെ ഫുൾ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ആ ബോഡിയിലുള്ള ഫുൾ ഇൻഡിവിജ്വൽ ഓരോരോ ചാർജുകളുടെ സമ്മാണ് എന്ത്? ഈ ബോഡിയുടെ ടോട്ടൽ ചാർജ്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? അഡിക്റ്റിവിറ്റി. അഡിക്റ്റിവിറ്റി എന്താണ്? ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ് ഇൻ എ ബോഡി. ഒരു ബോഡിയിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അകത്തുള്ള ഇൻഡിവിജ്വൽ ചാർജസിൻ്റെ സമ്മാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? കൺസർവേഷൻ ഓഫ് ചാർജസ്. കൺസർവേഷൻ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ചാർജ് ഓൺ ആൻ ഐസൊലേറ്റഡ് ബോഡി ഈസ് കോൺസ്റ്റൻറ്റ്. ഒരു ഐസൊലേറ്റഡ് ബോഡിയിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അടുത്ത് മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ് പറയുന്നത്? ദ ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഈസ് ആൾവേസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ഫണ്ടമെൻ്റൽ ചാർജ് ഇ. അതായത് ടോട്ടൽ ചാർജ്, ഒരു ബോഡിയിലെ ടോട്ടൽ ചാർജ് എപ്പോഴും
ഒരു ഒരു ഫണ്ടമെൻ്റൽ ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, 1 2 3 മുതലായ സംഖ്യകളെ വെച്ച് ഇൻറ്റു ചെയ്യും ഒരു ബേസിക് ചാർജായ ഇ. ഇവിടെ ഇ ആണ്. അത് ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളോംബ് ആണ്. ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഇൻ്റഗ്രൽ സംഖ്യ 1 2 3 എക്സെട്ര ഇൻറ്റു ചെയ്ത് കിട്ടുന്ന ഉത്തരമായിരിക്കും ഇതിൻ്റെ ടോട്ടൽ ചാർജ്. അപ്പോൾ ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ആൾവേസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ഫണ്ടമെൻ്റൽ ചാർജ് ഇ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ക്യൂ സമം എൻ ഇൻറ്റു ഇ. എന്നിൻ്റെ വാല്യൂ ഏതൊക്കെ വരാം, 1 2 3 എക്സെട്ര. അതാണ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഇയുടെ വാല്യൂ 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം ആണ്. ഓക്കെ, അടുത്ത നാലാമത്തെ പ്രോപ്പർട്ടി, എ ചാർജ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഒരു ചാർജ് എപ്പോഴും സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതായത് ഈ ചാർജിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണത്തുള്ളൂ, ഡയറക്ഷൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് ചാർജ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ചാർജിങ്. നമുക്ക് ചാർജിങ് വിവിധങ്ങളായ രീതിയിൽ ചാർജിങ് ചെയ്യാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത് ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. മൂന്നാമത്തത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. സോ നമുക്ക് എന്താണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് നോക്കാം. ദിസ് ഈസ് എ മെത്തേഡ് ബൈ വിച്ച് എ ബോഡി ഈസ് ചാർജ്ഡ് ബൈ ആൻ ആക്ച്വൽ കോണ്ടാക്ട്. ഒരു ബോഡി ചാർജ് ചെയ്യുന്നു. എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? ആക്ച്വൽ കോണ്ടാക്ട് വഴിയാണ് ചാർജ് ചെയ്യുന്നത്. ദിസ് ഈസ് എ മെത്തേഡ് ബൈ വിച്ച് എ ബോഡി ഈസ് ചാർജ്ഡ് ബൈ ആൻ ആക്ച്വൽ കോണ്ടാക്ട്. ഒരു ബോഡിയെ ഇപ്പോൾ ഇവിടെ എ എന്നൊരു ബോഡിയുണ്ട്, ബി എന്നൊരു ബോഡിയുണ്ട്. ഈ ബോഡിയിൽ നിന്ന് ഇതിലേക്കാണ് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോഡി എ എന്ന് പറയുന്ന ബോഡി ചാർജ്ഡ് ബോഡിയാണ്. ബി എന്ന ബോഡി ആദ്യം അൺചാർജ്ഡ് ആയിരുന്നു. അപ്പോൾ എ എന്ന ബോഡി ഈ അൺചാർജ്ഡായ ബി എന്ന ബോഡിയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ എ എന്ന ബോഡിയിൽ നിന്നും ബി എന്ന ബോഡിയിലേക്ക് ചാർജസ് ഫ്ലോ ചെയ്യും. അങ്ങനെ എ എന്ന ബോഡിയിലും പോസിറ്റീവ് ചാർജ് വരും, ബി എന്ന ബോഡിയിലും പോസിറ്റീവ് ചാർജ് വരും. ദിസ് മെത്തേഡ് ഓഫ് ചാർജിങ് ഈസ് കോൾഡ് എന്ത്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അതായത് ആക്ച്വൽ കോണ്ടാക്റ്റ് വഴിയാണ് ഇവിടെ ചാർജസ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, when a charged body is make in contact with uncharged body B, അതായത് ചാർജ്ഡ് ബോഡിയായ ഈ എ എന്ന് പറയുന്ന ചാർജ്ഡ് ബോഡി മേക്ക് ഇൻ കോണ്ടാക്ട് വിത്ത് അൺചാർജ്ഡ് ബോഡി ബി. ഈ അൺചാർജ്ഡ് ബോഡിയായ ബിയിലേക്ക് എ എന്ന ചാർജ്ഡ് ബോഡി കോണ്ടാക്റ്റിൽ വന്നാൽ ദെൻ ദ അൺചാർജ്ഡ് ബോഡി ബി ഗെറ്റ്സ് എ പോസിറ്റീവ് ചാർജ്. അപ്പോൾ എന്താ സംഭവിക്കുക? അൺചാർജ്ഡ് ബോഡിയായ ബി എന്ന ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും. അതായത് എ എന്ന ബോഡിയിൽ നിന്ന് ബിയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് ബി എന്ന അൺചാർജ്ഡ് ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ മെത്തേഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. എന്താണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ ബോഡി ഈസ് ചാർജ്ഡ് ബൈ എ നൈബറിങ് ചാർജ്ഡ് ബോഡി without touching each other is called charging by induction. നേരത്തെ നമ്മൾ ഇങ്ങനെ പഠിച്ചത് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷനിൽ ഒരു അൺചാർജ്ഡ് ബോഡിയെ ഒരു ചാർജ്ഡ് ബോഡി ടച്ച് ചെയ്താണ് ചാർജ് ചെയ്തത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു നൈബറിങ് ചാർജ്ഡ് ബോഡി വന്ന് വിത്തൗട്ട് ടച്ച് ചെയ്യാതെ ഒരു അൺചാർജ്ഡ് ബോഡിയിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ ബോഡി ഈസ് ചാർജ്ഡ് ബൈ എ നൈബറിങ് ചാർജ്ഡ് ബോഡി വിത്തൗട്ട് ടച്ചിങ് ഈച്ച് അതർ ഈസ് കോൾഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജ് ചെയ്തൊരു ബോഡി മറ്റൊരു അൺചാർജ്ഡ് ബോഡിയെ ടച്ച് ചെയ്യാതെ ചാർജിങ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഇതിൽ ആദ്യം ഒരു നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ളൊരു ബോഡി ഒരു അൺചാർജ്ഡ് ബോഡിയിലേക്ക് അടുത്തോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അൺചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ പ്ലസ് പ്ലസ് മൈനസ് മൈനസ്, അതിൽ എല്ലാം ഇലക്ട്രിക്കലി ന്യൂട്രലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ അൺചാർജ്ഡ് ബോഡി എന്ന് പറയുക.
അപ്പോൾ ഇതിനെ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ അൺചാർജ്ഡ് ബോഡിയെ ഒന്ന് എർത്ത് ചെയ്യിച്ചു. എർത്ത് ചെയ്തപ്പോൾ എന്താ അവിടെ ഫസ്റ്റത്തെ ഫിഗറും സെക്കൻഡത്തെ ഫിഗറും നിങ്ങളൊന്ന് നോക്കിയേ. അതിൽ ഫസ്റ്റ് അവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു. സെക്കൻഡ് എർത്ത് ചെയ്തപ്പോൾ എന്ത്, ആ നെഗറ്റീവ് ചാർജ് എർത്തിലേക്ക് ഫ്ലോ ചെയ്തു. ഡയറക്റ്റായിട്ട് ഗ്രൗണ്ടിങ് ചെയ്തപ്പോൾ എർത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഫ്ലോ ചെയ്തു. അപ്പോൾ ഇനി അവിടെ ആരാ ഉള്ളത്? പോസിറ്റീവ് ചാർജാണ് ഉള്ളതല്ലേ. അപ്പോൾ ഈ എർത്തിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഈ ചാർജ്ഡ് ബോഡിയും കൂടെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഈ അൺചാർജ്ഡ് ബോഡി ആയിരുന്ന ആദ്യത്തെ അൺചാർജ്ഡ് ബോഡിയിൽ പിന്നെ ഈ പോസിറ്റീവ് ചാർജ് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഈ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടെ യൂണിഫോമിലി ആയിട്ട് ഇപ്പം രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എല്ലായിടത്തുമായിട്ട് അതങ്ങ് സ്പ്രെഡായി നിൽക്കും. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്തത്? നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി വെച്ച് നമ്മൾ പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ളൊരു അൺചാർജ്ഡ് ബോഡി പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നേരത്തെ പോസിറ്റീവ് ചാർജുള്ള ചാർജ്ഡ് ബോഡി വെച്ച് പോസിറ്റീവ് ചാർജുള്ള അൺചാർജ്ഡ് ബോഡിയെ ചാർജ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ ഓപ്പോസിറ്റ് ചാർജാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. നേരത്തെ സെയിം ചാർജാണ് റിസൾട്ടായിട്ട് കിട്ടിയത്. ഓക്കെ, നെഗറ്റീവ് ചാർജ് വെച്ചാൽ നമുക്ക് പോസിറ്റീവ് കിട്ടും, പോസിറ്റീവ് വെച്ചാൽ നെഗറ്റീവ് കിട്ടും. ഓക്കെ, ചാർജിങ് ബൈ റബ്ബിംഗ് ഓർ ഫ്രിക്ഷൻ. എന്താണ് ചാർജിങ് ബൈ റബ്ബിംഗ് ഓർ ഫ്രിക്ഷൻ എന്ന് പറയുക? വെൻ ടു ബോഡീസ് ആർ റബ്ബ്ഡ് വിത്ത് ഈച്ച് അതർ, electrons are transferred from one body to another. ചാർജിങ് ബൈ റബ്ബിംഗ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഇതുപോലെ ഇപ്പോൾ സിൽക്കും ഗ്ലാസ് റോഡുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ സിൽക്കിൽ ഗ്ലാസ് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബ് ചെയ്യിക്കുന്ന സമയത്ത് ഈ ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്കിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ഗ്ലാസ് റോഡിൽ നിന്ന് സിൽക്കിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ ഗ്ലാസ് റോഡിന് ഒരു പോസിറ്റീവ് ചാർജും കിട്ടും, സിൽക്കിന് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും. കാരണം എന്താണെന്നറിയോ? ഗ്ലാസ് റോഡിൽ നിന്നാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലാസ് റോഡിൽ ഇലക്ട്രോൺസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് കുറയുമ്പോൾ ആരായിരിക്കും കുറച്ചും കൂടെ ഡൊമെയിനായിട്ട് നിൽക്കുക അല്ലെങ്കിൽ കൂടുതൽ നിൽക്കുക? ഇലക്ട്രോൺസ് കുറയുക. പിന്നെ വേറെ ആരാ ഉള്ളത്? പോസിറ്റീവ് ചാർജായ പ്രോട്ടോൺസ് ആണുള്ളത്. ആ പ്രോട്ടോൺസിൻ്റെ അളവ് കൂടുകയും ഇലക്ട്രോൺസ് കുറയുകയും ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിന് ഒരു പോസിറ്റീവ് ചാർജും കിട്ടും. അപ്പോൾ സിൽക്കിൽ എന്താ? നെഗറ്റീവ് ചാർജ് ആയ ഇലക്ട്രോൺസ് വന്ന് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് വരുന്നത് കാരണം സിൽക്കിന് നെഗറ്റീവ് ചാർജ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഗ്ലാസിന് പോസിറ്റീവ് ചാർജും കിട്ടും, സിൽക്കിന് നെഗറ്റീവ് ചാർജും കിട്ടും. ഇത്രയേ ഉള്ളൂ ചാർജിങ് ബൈ റബ്ബിംഗ് ഓർ ഫ്രിക്ഷൻ. നെക്സ്റ്റ്, പോയിന്റ് ചാർജ് എന്നാൽ എന്താണെന്ന് നോക്കാം. എന്താണ് പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ? ഇഫ് ദ സൈസ് ഓഫ് ദ ചാർജ്ഡ് ബോഡി ഈസ് സ്മോളർ ദാൻ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് സെപ്പറേറ്റിംഗ് ബൈ ദം, ദെൻ ഇറ്റ് ഈസ് എ പോയിന്റ് ചാർജ്. അതായത് ഒരു ചാർജ്ഡ് ബോഡിയുടെ സൈസ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ചാർജ്ഡ് ബോഡിയുടെ സൈസ് വളരെ വളരെ ചെറുതാണെങ്കിൽ ആ ചാർജ്ഡ് ബോഡിയെ പറയുന്ന പേരാണെന്ത്? പോയിന്റ് ചാർജ്. ഇഫ് ദ സൈസ് ഓഫ് എ ചാർജ്ഡ് ബോഡി ഈസ് സ്മോളർ ദാൻ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് സെപ്പറേറ്റിംഗ് ദം, ദെൻ ഇറ്റ് ഈസ് എ പോയിന്റ് ചാർജ്. ഒരു ചാർജ്ഡ് ബോഡി അതിൻ്റെ ഡിസ്റ്റൻസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വളരെ അതിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? പോയിന്റ് ചാർജ്. ഓക്കെ.